തോൽവി ഉറപ്പിച്ച് പിഷാരടി മുൻകൂർ ജാമ്യവുമായി വി.ഡി. സതീശൻ. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് BJP അക്കൗണ്ട് തുറക്കും എന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സരിൻ എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ IT സെൽ അധ്യക്ഷൻ രാജിവെച്ച് CPM-ൽ ചേർന്നു, പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. വലിയ വാശിയേറിയ മത്സരമായിരുന്നു പാലക്കാട്ട് നടന്നത്. ആ സരിനെ CPM-നെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നിർജീവമായി കിടന്ന കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തേകിയ, പ്രതീക്ഷ നൽകിയ ഒരു വിജയമായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വിജയം. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന് മത്സരാർത്ഥിയായി ആരെ ഇറക്കണം എന്ന ചോദ്യം വന്നപ്പോൾ അന്ന് വി.ഡി. സതീശൻ സംശയലേശമന്യേ എടുത്തൊരു തീരുമാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന പല നേതാക്കന്മാർക്കും പാലക്കാട്ട് കണ്ണുണ്ടായിരുന്നു. അവർ പരസ്യമായി അതിൻ്റെ അമർഷം പ്രകടിപ്പിച്ചു. എങ്കിലും അന്ന് ഈ വി.ഡി. സതീശന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് തൻ്റെ ആ പദവിക്ക് കരുത്തുണ്ടാകണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയം അനിവാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റൊന്നും തോന്നിയില്ല, രാഹുലിനെ കളത്തിലിറക്കി. അത് വെറുതെയായില്ല. ചരിത്ര ഭൂരിപക്ഷത്തിൽ 17,740 വോട്ടുകൾക്ക് ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട്ട് നിന്ന് വിജയിച്ചു കയറി. അതിൻ്റെ ക്രെഡിറ്റും വി.ഡി. സതീശന് കിട്ടി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താൻ എടുത്ത തീരുമാനം, തൻ്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിജയമായി എന്ന് അദ്ദേഹം ഇപ്പോഴും നാണമില്ലാതെ, ഉളുപ്പില്ലാതെ പറയുന്നത് നമുക്ക് കേൾക്കാം. പ്രകാരം വി.ഡി. സതീശൻ്റെ ആ പദവിക്ക് ഉറപ്പേകിയ UDF-ന് ഒരു തിരിച്ചുവരവുണ്ട്, ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന ആ കരുത്ത് പകർന്ന ആ പാലക്കാടൻ വിജയം സമ്മാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ തേൻകണിയിൽപ്പെടുത്തി ഇല്ലാതാക്കുവാൻ ശ്രമിച്ചത് പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാൻ, അതുപോലെ തന്നെ BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ്. തനിക്ക് യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി പദം കിട്ടില്ല, അപ്പോൾ പിന്നെ ഏകമാർഗം ഒരു ഡീലുണ്ടാക്കി പിണറായി വിജയന് 3-ാമതും തുടർഭരണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ BJP-ക്ക് കേരളത്തിൽ മാന്യമായ വിജയം ഉണ്ടാക്കി കൊടുക്കുക. ഈ 2 കൊട്ടേഷനും ഇയാൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ലിംഗർ വിപ്ലവമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ അമരക്കാരനാണ് വി.ഡി. സതീശൻ എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പലരും തുടക്കത്തിൽ പ്രതീക്ഷിച്ചു ഞങ്ങൾ രാഹുലിന് വേണ്ടി എന്തോ PR പണി ചെയ്യുകയാണ്, രാഹുൽ ഇറക്കിയ രാഹുൽ സേനയുടെ ഒരു ഭാഗമാണ് i2 ന്യൂസ് എന്നൊക്കെ പലരും കരുതി. എന്നാൽ ഇപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടുണ്ട് ഞങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഉശിരുള്ള മിടുക്കനായ ചെറുപ്പക്കാരനെ ഏകപക്ഷീയമായി രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ആ നീചകൃത്യത്തിനെതിരെ ആണ് i2 ന്യൂസ് ശബ്ദിച്ചത്. ഞങ്ങളുടെ ആ ശബ്ദം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ആ ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ സ്വരമായിട്ടായിരുന്നു വന്നത്. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഒറ്റ മാസത്തിനുള്ളിൽ തന്നെ എനിക്കെതിരെ 4 ജാമ്യമില്ലാ കേസുകൾ എടുത്ത് എന്നെ അകത്തിടുവാൻ വരെ ശ്രമിച്ചു. ആ പ്രതിബന്ധങ്ങളെല്ലാം താണ്ടി ഇന്ന് നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 221-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടെ ഇന്നും കാത്തിരുന്നു രാഹുൽ ഒരു സ്വതന്ത്രനായി എങ്കിലും മത്സരിക്കും, രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന്. പക്ഷേ ഇന്നും അതുണ്ടായില്ല. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലെ കാരണക്കാരനായ ആ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഗൂഢമായി ചിരിക്കുകയാണ്. കാരണം ഞാൻ ഒതുക്കിയിട്ടുള്ള ഒരുത്തനും പൊങ്ങിയിട്ടില്ല, പിന്നെയാണോ രാഹുൽ എന്ന ഭാവത്തിൽ. പാലക്കാട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളും വളരെയേറെ നിർണായകമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അമിതാവേശത്തിലാണ്, അമിത വിശ്വാസത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ തങ്ങളെ പിന്തുണച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷം നൽകി. ഈ 10 കൊല്ലം പിണറായി വിജയന്റെ
ഈ ദുർഭരണത്തിൽ ശ്വാസം മുട്ടുന്ന കേരള ജനത ഞങ്ങൾ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും, ഏത് കടൽക്കിഴവനെ നിർത്തിയാലും, ഏത് ശശിയെ നിർത്തിയാലും ജനങ്ങൾ കണ്ണുമടച്ച് വോട്ട് ചെയ്ത് തങ്ങളെ അധികാരമേൽപ്പിക്കും. ഒരു 100-110 സീറ്റ് ഉറപ്പ് എന്ന ആ അമിതാവേശത്തിൽ, അഹങ്കാരത്തിൽ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പാലക്കാട് ആ മിന്നും വിജയം ഉണ്ടായ ആ മണ്ഡലം ഉറപ്പായും നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി ഒരു മിമിക്രിക്കാരനെ അവിടെ കൊണ്ട് നിർത്തിയത്. രമേഷ് പിഷാരടി എന്ന കലാകാരനോട് നമുക്ക് താല്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ കോമഡി പരിപാടികൾ കേട്ട് നമ്മൾ ചിരിക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തെ ഇവന്മാർ കോമഡിയാക്കി കളഞ്ഞു. കാരണം ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോമഡി ഷോയാണ്, ഒരു കോമഡി ഫെസ്റ്റിവലാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് അപ്രകാരം ഒരു കോമഡി ആർട്ടിസ്റ്റിനെ കൊണ്ട് പാലക്കാട്ട് നിർത്തിയത്. അന്നേരം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്രയൊക്കെ മതി. അപ്പോൾ ഉയരുന്ന ചോദ്യം, ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ട് സമരം ചെയ്ത് പോലീസിന്റെ അടികൊണ്ട് ജയിലിൽ പോയ എത്രയോ മിടുമിടുക്കന്മാരായ യുവനേതാക്കന്മാർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കാതെ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുവാൻ സീറ്റില്ലാതെ നിൽക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഇപ്രകാരം ഒരു കോമഡി ആർട്ടിസ്റ്റിനെ കൊണ്ട് കെട്ടി പാലക്കാട്ട് തന്നെ ഇറക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർ ജനങ്ങളെ എത്രമാത്രം അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തുടക്കം മുതൽ തന്നെ ഇവർ ഒരു സാമ്പിൾ മാർക്കറ്റിംഗ് സർവേ എന്ന നിലയ്ക്ക് മാധ്യമങ്ങളിലൂടെ പിഷാരടിയാകുവാൻ സാധ്യതയുണ്ട് എന്ന് വാർത്ത നൽകിയപ്പോൾ തന്നെ ആ വാർത്തകളുടെ എല്ലാം അടിയിലെ കമന്റ് നോക്കിയാൽ മാത്രം മതി ഈ പിഷാരടിയെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇയാളുടെ വിന്നബിലിറ്റി എത്രത്തോളമുണ്ട്, ഇദ്ദേഹത്തെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന ആ കൃത്യമായ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരുന്നു ആ ഫീഡ്ബാക്കുകൾ. പക്ഷേ അതൊന്നും കാണാൻ കണ്ണില്ലാത്ത ഈ ക്രൂഡന്മാർ പാലക്കാട്ടെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ട് പിഷാരടിയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇതാ കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് ആ ഫീഡ്ബാക്ക് കിട്ടി, ഈ കേക്കച്ചന് ആ ഫീഡ്ബാക്ക് കിട്ടി. ഉറപ്പായും പാലക്കാട്ട് 8 നിലയിൽ പൊട്ടും, പിഷാരടി ദയനീയമായ രീതിയിൽ പരാജയപ്പെടും, ഈ ഷോ ഓഫും കൊണ്ടൊന്നും കാര്യമില്ല എന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ ഇന്നലെ ഈ VDC ഇന്നലെ നടത്തുകയുണ്ടായി. എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം ഈ VD ആ പ്രസ്താവന പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. പാലക്കാട്ട് CPM-ഉം BJP-യുമായി ഡീലുണ്ടെന്ന്. ആരാ പറയുന്നത്? ഈ ഡീലുകളുടെ ആശാനായ VD സതീശൻ. ഡീലുണ്ട് ഉറപ്പായും. പക്ഷേ ആ ഡീൽ എന്ന് പറയുന്നത് VD സതീശനും CPM-ഉം തമ്മിലാണ്. ആ ഡീല് VD സതീശനും ഇത്തരത്തിലുള്ള തീവെട്ടി സംഘവും ചേർന്ന മാഫിയകളും ചേർന്നാണ്. VD സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ ആ ഡീലിനെ കുറിച്ച് പറയുന്ന ബൈറ്റ് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഇത് ഓരോരുത്തരും വ്യക്തമായി ഇതയാൾ പറയുന്നത് കേൾക്കണം. പാലക്കാട്ട് ഡീലുണ്ട് എന്ന് ആവർത്തിക്കുമ്പോൾ രമേഷ് പിഷാരടിയുടെ പരാജയം ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ പരാജയം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ 250 ദിവസമായി ITV ന്യൂസ് പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമായി, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത് അതിനെതിരായി ഒരു തീരുമാനമെടുത്ത് ഒരു കോമഡി ആർട്ടിസ്റ്റിനെ നിർത്തി പരാജയം ഇരന്നു വാങ്ങുമ്പോൾ അതിനെതിരെയുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് ഈ VD സതീശന്റെ ഈ വാക്കുകൾ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. VD സതീശൻ എടുക്കുന്ന ആ മുൻകൂർ ജാമ്യം നിങ്ങൾ കാണുക. BJP-കാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ്, BJP-കാരുമായിട്ട് എവിടെയാണ് നിങ്ങൾ സൂക്ഷിച്ചോളണം. പാലക്കാട് നിങ്ങൾക്കറിയാം, ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ 18,000 വോട്ടിന് ജയിച്ചു. 2ാം സ്ഥാനത്ത് BJP-യാണ്. പരിതാപകരമായ 3ാം സ്ഥാനത്താണ് CPM-ന്റെ സ്ഥാനം. ആണോ? ആണ്. ഇപ്പൊ അവിടെ കൊണ്ടൊരു സ്ഥാനാർത്ഥി ഇട്ടേക്കുക. 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, BJP-ക്ക് വോട്ട് മറിച്ചു കൊടുക്കണം. 2, UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് BJP-യെ ജയിപ്പിക്കണം. പകരം BJP ചില സീറ്റുകളിൽ ജയിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സീറ്റുകളിൽ സതീശൻ ഇന്നലെ പറയുന്ന ഈ വാക്കുകൾ കേട്ട്, ഈ മുൻകൂർ ജാമ്യം കേട്ട് കേരള ജനത തലതല്ലി ചിരിച്ചു. സ്വയം കൃതാനർത്ഥം എന്നൊക്കെ പറയുന്നത് പോലെ സ്വന്തമായി തോട്ട് കെട്ടിപ്പിടിച്ച് ഇരന്നു വാങ്ങിയ ഒരു പരാജയം എന്ന് നമുക്കിത് മുൻകൂട്ടി തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും.
യാതൊരു ഉളുപ്പും ജാള്യവും ഇല്ലാതെ ഈ വി.ഡി. സതീശൻ ഇന്നലെ പാടിയ ആ പാട്ട് ഇന്നും അയാൾ ഉറക്കപ്പാടി. അതൊന്ന് കണ്ട ശേഷം ഉടനെ നമുക്ക് തിരികെ വരാം. ഒരുപാട് സ്ഥലത്ത്, കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡീല് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. കാരണം ഇയാൾക്കിത് സ്റ്റാമ്പ് ചെയ്യണം, ഇപ്രകാരം ഒരു ഡീലുണ്ടായിരുന്നു എന്ന് ഞാൻ കേരള ജനതയെ മുൻകൂട്ടി പറഞ്ഞു. ആ ഡീല് കൊണ്ടാണ് ഈ പിഷാരടി പാലക്കാട്ട് പരാജയപ്പെട്ടത് എന്ന് ഇയാൾക്ക് വരുത്തി തീർക്കണമെങ്കിൽ ഈ പാട്ട് ഇയാൾ പാടിക്കൊണ്ടേയിരിക്കണം, ഇയാൾ ഇത് പാടിക്കൊണ്ടേയിരിക്കും. ഇത് കേട്ട CPM-ഉം BJP-യും തമ്മിൽ അവിടെ ഒരു അവിശുദ്ധ ബന്ധമുണ്ട്, ഒരു ഡീലുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേട്ട ശേഷം നമുക്ക് ഉടനെ മടങ്ങി വരാം. യഥാർത്ഥത്തിൽ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുള്ള ശ്രീമാൻ വി.ഡി. സതീശനാണ്. ആ ഡീല് പിണറായി വിജയനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്, സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം പിണറായി ഗവൺമെന്റ് ചെയ്ത ജനദ്രോഹ വിഷയങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ സംസാരിക്കേണ്ടതിനു പകരം ഇന്ന് ചർച്ച വഴിമാറ്റിയിരിക്കുകയാണ്. കാരണം എന്താണ്? വളരെ വ്യക്തമായിട്ട് ശ്രീമാൻ വി.ഡി. സതീശൻ അറിയാം, അധികാരം കിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ വി.ഡി. സതീശന് മനസ്സിലായി, നൂലിൽ കെട്ടി KC വേണുഗോപാലിനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റൊരാൾക്കും വേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തെ കലർത്തിക്കൊണ്ടാണോ ഈ വിഷയത്തെ വഴിമാറ്റി വിടാൻ വേണ്ടി ശ്രീമാൻ വി.ഡി. സതീശൻ പരിശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഡീൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കത് കളവ് പറയേണ്ട കാര്യമില്ല. ആ ഡീൽ എന്താണെന്നറിയുമോ? ഇവിടത്തെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരുടെ കൈപ്പിടിച്ച് ഞാൻ ചോദിച്ചിട്ടുള്ളത്, കോൺഗ്രസ്സുകാരുടെ കൈപ്പിടിച്ച് ഞാൻ ചോദിച്ചിട്ടുള്ളത്, പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി 30 വർഷം കഠിന പ്രയത്നം പൊതുസമൂഹത്തിനിടയിൽ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള നിങ്ങളുടെ ശോഭ പോയാൽ പോരെ കേരള നിയമസഭയിൽ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന് അവർ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ആ ഡീല് തന്നെയാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശന്റെ ചങ്കായ, സതീശന്റെ തലതൊട്ടപ്പനായ, സതീശന്റെ മെന്ററായ വി.ഡി. സതീശന്റെ മാനം പോകാതിരിക്കുവാൻ വേണ്ടി ചെയ്തു കൊടുത്ത ആ ഡീല് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണം. ശോഭ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, കേരളത്തിലെ ഒരൊറ്റ ജനങ്ങൾ പോലും കേട്ടിട്ടില്ലാത്ത NMR റസാഖ് എന്ന ഒരു അല്പപ്രാണിയെ അവിടെ ഇട്ടുകൊടുത്തത് എന്തുകൊണ്ടാണ്? CPM എന്തുകൊണ്ട് ശക്തനായ ഒരു നേതാവിനെ പാലക്കാട്ട് ഇട്ടുകൊടുത്തില്ല? കാരണം അത് പിണറായി വിജയന് താങ്ങാൻ സാധിക്കില്ല. ഈ വി.ഡി. സതീശന്റെ തല താഴ്ന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അയാൾ ചെയ്യില്ല. കാരണം കഴിഞ്ഞ 5 മാസം പിണറായി സർക്കാരിന്റെ ഭരണകൂട വിരുദ്ധ വികാരങ്ങൾ മറയ്ക്കുവാൻ രാഹുൽ മാങ്കൂട്ടം ഊരിയ നിക്കറുകളുടെ എണ്ണം എടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ആ അപവാദങ്ങളിൽ, ആ അശ്ലീല പ്രചരണങ്ങളിൽ കേരളത്തിലെ ജനങ്ങളെ 5.5 മാസമാണ് ഈ പറവൂരിലെ പഴയ മണി ചെയിൻതട്ടിപ്പുകാരൻ എന്ന് പറയുന്ന ഈ കേക്കച്ചൻ തളച്ചിട്ടത്. ഇക്കിളിക്കഥകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കേരള ജനത ആ കഥകളുടെ പിന്നാലെ പോയി. സംഭവിച്ചത് കഴിഞ്ഞ 6 മാസം വി.ഡി. സതീശന്റെ സഹായത്താൽ ആ പിണറായി സർക്കാരിൻ്റെ ഭരണകൂട വിരുദ്ധ വികാരം ഇല്ലായ്മ ചെയ്യുവാനുള്ളൊരു ശ്രമമായിരുന്നു. ആ ഭരണകൂട തകർച്ച, ഒരു ഭരണമില്ലായ്മ, ഒരു അരാജകത്വം എല്ലാം മറയ്ക്കുവാൻ സകല ശ്രദ്ധയും ഈ ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് സാധിച്ചു. അങ്ങനെ വരുമ്പോൾ തന്നെ സഹായിച്ച ആ വി.ഡി. സതീശന്റെ മാനം പോകാതെ സംരക്ഷിക്കുക, വി.ഡി. സതീശന്റെ വാക്കുകൾ കേട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടിയ, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട ആ പിണറായി സർക്കാരിൻ്റെ ആ മാനം കാക്കണമെങ്കിൽ സതീശന്റെ ആ നിലപാട് ശരിയായിരുന്നു എന്ന് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ റസാഖിനെ, ഏതോ അവിടുത്തെ തട്ടുകട നടത്തുന്ന NMR റസാഖിനെ പിടിച്ച് ഒരു നേർച്ചക്കോഴിയായി, ഒരു ബലിയാടായി പാലക്കാട്ടിട്ടത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും CPM-ന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ കൂടി അത് ഇവർ നിർത്തുന്ന ഈ കോമഡി താരത്തിന് കിട്ടണം. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഡീലുള്ളത് പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിലാണ് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ജനങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ചൊല്ലുണ്ട്, ഡിഫൻസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഒഫൻസ്.
അതുപോലെ ഒരു പ്രത്യാക്രമണമാണ് ഈ വി ഡി സതീശൻ ഇവിടെ നടത്തിയത്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഈ കുത്തിത്തിരിപ്പും ഈ ഒതുക്കലും എല്ലാം കഴിഞ്ഞ ശേഷം അവസാന നിമിഷം കൊള്ളാവുന്ന നേതാക്കന്മാരെ എല്ലാം ഷെഡിൽ കയറ്റിയ ശേഷം ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻതട്ടിപ്പുകാരൻ കഴിഞ്ഞ 30 കൊല്ലമായി ആദ്യത്തെ 5 കൊല്ലം പറവൂരിൽ നിന്ന് തോറ്റു, പിന്നെ തുടർച്ചയായി 25 കൊല്ലം ഇയാൾ ആ പറവൂർ വടക്കം പറവൂരിൻ്റെ ശാപമായി മാറിയ ഈ നെട്ടൂരിലെ ഈ പഴയ ആ മനുഷ്യൻ ഇതാ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാൻ വരുന്നത് നിങ്ങൾ കാണുക. ഇത് കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ വി ഡി സതീശൻ നമ്മുടെ ഈ പന്നിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഈ അറക്കുവാൻ പന്നികളെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്നത്, അതല്ലെങ്കിൽ ഈ താറാവിനെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നത് പോലെ, അല്ലെങ്കിൽ അറക്കുവാൻ ഈ പോത്തുകളെ വടിയെടുത്ത് അടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഇയാളുടെ ഈ കതറിട്ട അടിമകൾ, എനിക്ക് തോന്നുന്നു ഈ ഇയാളുടെ ഈ ആട്ടും തുപ്പും ഇയാളുടെ മുഖഭാവം കാണുക, ഇയാളുടെ പുച്ഛഭാവം കാണുക. ഏതോ അടിമകളെ യജമാനൻ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്ന മുഖഭാവത്തോടെ ഈ കതറിട്ട കുറെ അടിമകളെ കൊണ്ട് ഇയാളുടെ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്നതാണ്. ഇയാളുടെ ആ ശരീരഭാഷയിലൂടെ കൃത്യമായി ആ പഴയ ഫ്രാഡ് തരം, ആ പറവൂരിലെ ആ പഴയ പുള്ളിയുടെ ആ ഗുണം ഇതുവരെ ഈ പദവിയിലെത്തിയിട്ടും പോയിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അദ്ദേഹം ആ അണികളുടെ അടുത്ത് പ്രവേശിക്കുന്നതും ഫ്രണ്ടിൽ ക്യാമറ കാണുമ്പോൾ അയാളുടെ മുഖഭാവം നമ്മുടെ ഈ പേഴ്സ് തുറക്കുന്ന പോലെ ഒരു ചിരി, വളരെ കൃത്രിമമായ ഒരു ചിരിയും ചിരിച്ച് പോകുന്നത് മനസ്സിലാക്കുക. ഈ ഫ്രാഡ് പറവൂരുകാരെ, നിങ്ങൾ ഈ മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. പിണറായി വിജയനേക്കാളും വലിയ നാറിയായിരിക്കും ഇയാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഏകാധിപതിയുടെ ഭരണത്തിൽ 10 കൊല്ലം സഹിച്ചു കടന്ന നിങ്ങളെ സംബന്ധിച്ചോളം കാത്തിരിക്കുന്നത് ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻതട്ടിപ്പുകാരൻ്റെ ലീലാവിലാസങ്ങളായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പാർട്ടിയിലെ മിടുമിടുക്കന്മാരായ സകല നേതാക്കന്മാരെയും ഒതുക്കിയ ശേഷമാണ് ഇയാൾ വരുന്നത്. ഇന്ന് വി ഡി സതീശൻ പത്രികാ സമർപ്പണത്തിന് പോയത് ഒന്ന് കണ്ട ശേഷം നമുക്ക് ഉടനെ മടങ്ങി വരാം. പ്രേക്ഷകർ കണ്ടല്ലോ, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആ അഹങ്കാരിയുടെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ തൻ്റെ കൂടെ വരുന്ന ആ കൊടും ചൂടത്ത്, ആ പൊരിവെയിലത്ത് ഇദ്ദേഹം പറഞ്ഞ സമയത്ത് അവിടെ എത്തി ഇയാളുടെ പിന്നാലെ വാലാട്ടിപ്പട്ടിയെ പോലെ പോകുന്ന
ആ അണികളോട് ഇയാൾ പെരുമാറുന്നത് ആ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ ഇതേ അഹങ്കാരമാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഡീലിന്റെ മറ്റൊരു ഉദാഹരണമാണ് ധർമ്മടത്ത് ആരാണ് കോൺഗ്രസ്സുകാർ മത്സരാർത്ഥിയായി ഇട്ടിരിക്കുന്നത്. എനിക്ക് പോലും ആ പേര് കാണാതെ പറയുവാൻ പറ്റുന്നില്ല. ധർമ്മടം പോലെയുള്ള ഒരു സ്ഥലത്ത് വളരെ വാശിയേറിയ ഒരു മത്സരം കൊടുക്കേണ്ട, ടഫ് ഫൈറ്റ് കൊടുക്കേണ്ടുന്ന, കഴിഞ്ഞ 10 കൊല്ലം ഒരു ഏകാധിപതിയെ പോലെ ഈ കേരളം ഭരിച്ച ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യനെതിരെ വളരെ ശക്തമായ ഒരു ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ ഈ സംസ്ഥാനത്തുണ്ട്. പൊരുതി തോക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യമെങ്കിലും കാണുന്നതിന് വേണ്ടി ഒരു മിടുമിടുക്കനായ ഇവരുടെ ആദ്യത്തെ സാധ്യതാ ലിസ്റ്റിൽ പേര് കൊടുത്തിരുന്നത് ആരുടെയായിരുന്നു? ഷാഫി പറമ്പിലിന്റെ. ഷാഫി പറമ്പിലിന്റെ പേരായിരുന്നു AICC ആ ലിസ്റ്റിലിട്ടിരുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു? ഇത് VD സതീശന്റെ ബുദ്ധിയായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഏതെങ്കിലും കാരണവശാൽ ഷാഫി വിജയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഇയാൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവിടെ ശക്തമായ ഒരു വാശിയേറിയ മത്സരം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിണറായി ദുർഭരണത്തിൽ മനമെടുത്തിരിക്കുന്നയാൾ ഇതുപോലൊരു മിടുക്കനായ ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിയായി വന്നാൽ 2 കൈകൊണ്ടും സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നിർണായക ഘട്ടകം വന്നപ്പോൾ പാലക്കാട് നിന്നും ഷാഫിയെ വടകരയിൽ പറിച്ചു നട്ടു. അവിടെയും ഷാഫി മിന്നും വിജയം കരസ്ഥമാക്കി. ആ ഷാഫിയെ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിപ്പിക്കുവാൻ AICC ആദ്യത്തെ പ്രാഥമിക ലിസ്റ്റിൽ പേരിട്ടു. അതൊരു വിരട്ടൽ തന്ത്രമായിരുന്നു, ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. അതിൽ പിണറായി വിജയൻ വീണു എന്നതിന് ഉദാഹരണമാണ് പറവൂരിൽ സതീശിനെതിരായി ആരെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇടിച്ചിടിച്ച് നിൽക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് ബാക്കി എല്ലാവരെയും ഒതുക്കി ഇങ്ങനെ പൂന്തു വിളയാടുമ്പോൾ അയാളെ മണ്ഡലത്തിൽ തന്നെ തളയ്ക്കാൻ പറ്റാവുന്ന, ഇവർക്ക് കൊടുക്കാവുന്ന ശക്തമായ തിരിച്ചടി എന്ന് പറയുന്നത് പറവൂരിൽ കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുന്ന ആ CPIയുടെ കയ്യിൽ നിന്നും ആ സീറ്റ് വാങ്ങി CPMന്റെ ഏതെങ്കിലും ഒരു മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെ ഇട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഈ കഥ മാറുമായിരുന്നു. സ്വരാജ് ഇത്തവണ ആ സ്വരാജിന് സീറ്റ് കൊടുത്തിട്ടില്ല. ഈവൻ ആ സ്വരാജിനെ പോലുള്ള ഒരു മിടുക്കനെയെങ്കിലും CPM സ്ഥാനാർത്ഥിയാക്കി CPMന്റെ സീറ്റാക്കി മാറ്റിപ്പിടിച്ചിരുന്നുവെങ്കിൽ ഇവൻ വെള്ളം കുടിച്ചേനെയും ഇവൻ തോറ്റു തുന്നം പാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 5 കൊല്ലമായി തുടർച്ചയായി നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി ഓരോ പ്രാവശ്യവും തന്റെ വോട്ട് നില വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരന്റെ മുന്നിൽ കുനിഞ്ഞു നിന്നത്, ഡീല് വെച്ചത് മറ്റാരുമല്ല, അത് പിണറായി വിജയനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? പിണറായിൽ ഷാഫി പറമ്പിൽ മത്സരിക്കരുത്, ഏതെങ്കിലും ഒരു ഊളയെ തനിക്കെതിരെ മത്സരിക്കുവാൻ ഇട്ട് കൊടുക്കണം. അപ്രകാരം നമുക്ക് പേര് പോലും അറിയാത്ത ഏതോ ഒരു ഊളയെ VD സതീശൻ സംഘവും പിണറായിൽ ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിക്കാൻ ഇട്ടുകൊടുത്തു. പ്രത്യുമുഖന്മാരെ CPI വീണ്ടും കാശ് മേടിച്ചുകൊണ്ട് ആരും അറിയാത്ത ഏതോ ഒരു മനുഷ്യനെ വേറെ ഒരു മണ്ഡലത്തിൽ നിന്നും ചുമന്നു കൊണ്ടുവന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായി ആരെയാണ് വെച്ചിരിക്കുന്നത്? BJPയും അതുപോലെ വത്സല പ്രസന്നകുമാർ എന്ന പറവൂർ നഗരസഭാ മുൻ ഉപാധ്യക്ഷ, കൗൺസിലർ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച അവിടുത്തെ പ്രമുഖ ഒരു നായർ കുടുംബത്തിലെ അംഗമായ ഒരു പ്രമുഖ ഡോക്ടറുടെ ഭാര്യയായ, ഇവൻ മുൻ AICC അംഗം വരെയായ, KPCC ഇലക്ടഡ് മെമ്പറായ, പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു മഹിളയെ വത്സല പ്രസന്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയെങ്കിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? VD സതീശൻ ഇന്ന് കൊടുത്ത ഹൈപ്പ് ഏതെങ്കിലും ഒരു മാധ്യമമെങ്കിലും അവിടെ നാമനിർദ്ദേശ പത്രിക സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേളയിൽ കണ്ടോ? ഇവിടെയാണ് ഈ VD സതീശൻ എന്ന് പറയുന്ന കുഴിപ്പുളവന്റെ ആ കുശാഗ്രബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്.
ഈ നെട്ടൂർ കേക്കച്ചന്റെ പണം നക്കിക്കൊണ്ട് ഒരു സിൻഡിക്കേറ്റ് മാധ്യമമാണ് ഇയാൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇവർ ആസൂത്രണം ചെയ്ത രാഹുലിനെതിരെയുള്ള ക്യാമ്പയിൻ വർദ്ധിത വീര്യത്തോടെ എല്ലാവരും സംഘം ചേർന്ന് നിന്ന് ആഘോഷം നമ്മൾ കണ്ടു. എന്നാൽ രാഹുൽ വിഷയത്തിൽ രാഹുലിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഇരയെന്ന് പറയുന്ന ഏതോ ഒരുത്തി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അത് കോടതിയെടുത്ത് ചവറ്റുകോട്ടയിൽ കളഞ്ഞത് ആരും വാർത്തയായി കൊടുത്തില്ല. അതിജീവിതയെ വീണ്ടും വിളിക്കുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പൊളിച്ചടക്കിക്കൊണ്ട് അതിജീവിത മാത്രമല്ല അവരുടെ അമ്മ വരെ തന്നെയാണ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതെന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം കൊടുത്ത് രാഹുൽ അത് കോടതിയിൽ പൊളിച്ചത് ആരും വാർത്തയാക്കിയില്ല. ഇപ്രകാരം കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഞങ്ങളുടെ യുവനേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടത് കോടതിയിൽ നാണം കെട്ടില്ലേ എന്ന ശക്തമായ ആരോപണം ഉന്നയിക്കേണ്ട ഇവൻ ഒറ്റയൊരുത്തനും വേണ്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ അസൂയ മൂത്ത ഈ വി.ഡി. സതീശനും സംഘവും ഇല്ലാതാക്കിയത് ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്രകാരം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു മത്സരം നടക്കുന്നതല്ല, ഇതൊരു മാച്ച് ഫിക്സിംഗ് ആണ്. ശ്രീശാന്തിനെ മാച്ച് ഫിക്സിന് ഇന്ത്യൻ ടീമിൽ നിന്നും ഔട്ടാക്കി എന്ന് പറയുന്നത് പോലെ ഇതൊരു മാച്ച് ഫിക്സിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പറവൂരിൽ കൃത്യമായി നടക്കുന്നത് മാച്ച് ഫിക്സിംഗ് തന്നെയാണ്. അവിടെ ഒരൊറ്റ സ്ഥാനാർത്ഥികളെ പോലും വി.ഡി. സതീശനല്ലാത്ത ആരുടെയും കാര്യങ്ങൾ ഒരു മാധ്യമങ്ങളിൽ പോലും വരുന്നില്ല. അവരുടെ പാർട്ടി നേതാക്കന്മാരെ ഇവർ വിലക്കെടുത്തു. വളരെ വിജയസാധ്യതയുണ്ടായിരുന്ന വത്സല പ്രസന്നകുമാറിന്റെ ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നവർ അവരെ വീട്ടുതടങ്കലിൽ ഇട്ടേക്കുന്നത് പോലാണ്. അവരുടെ പോസ്റ്ററുകൾ വേണ്ട സ്ഥലത്ത് ഒട്ടിക്കുന്നില്ല, റോഡ് ഷോകൾ കൃത്യമായി നടക്കുന്നില്ല. അവരാരാണ്, അവരുടെ നേട്ടങ്ങൾ എന്താണെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു PR ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നില്ല. എല്ലാം നാമമാത്രം, പേരിനു വേണ്ടി ഇവന്മാർ എന്തൊക്കെയോ പ്രഹസനം കാട്ടിക്കൂട്ടുന്നു. വി.ഡി. സതീശന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയവന്മാർ കൂടെ നിന്ന് വത്സല പ്രസന്നകുമാറിനെ ചതിക്കുകയാണെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയണം. CPI നേതാക്കന്മാർ കോടികൾ ഇവന്റെ കയ്യിൽ നിന്നും പറ്റി മനഃപൂർവ്വം വോട്ട് മറിച്ചു കൊടുക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശൻ വീണ്ടും വരണം, അത് പ്രതിപക്ഷ നേതാവായി വരണം. കാരണം കിട്ടുന്നതിൻ്റെ പാതി, അതാണ് ഡീല്. അങ്ങനെ കിട്ടുന്നതിൻ്റെ പാതിയും നക്കി തിന്ന് നല്ലൊരു ഇടനിലക്കാരനായി സുഡാപ്പികളുടെ ഏജന്റായി നിൽക്കുന്ന ഈ നെട്ടൂരിലെ കുഴിപ്പുളവനെ പറവൂരുകാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഈ വോട്ട് കച്ചവടമാണ് നടക്കുന്നത്. അവിടുത്തെ പറവൂരിലെ ജനങ്ങൾ തന്നെ പറയുന്നു, ഈ 25 കൊല്ലം ഇവൻ ഇരുന്നിട്ട് ആ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. വീണ്ടും വീണ്ടും ഈ പാഴിനെ ജയിപ്പിച്ചു പോവുകയാണ്. ഈ പിണറായി വിജയൻ ഇത്രയും ധാർഷ്ട്യത്തോടെ ഒരു ഏകാധിപതിയെ പോലെ ഭരിക്കുവാൻ കാരണം ഇദ്ദേഹം ഇവനെ പോലെ തന്നെ, ഈ സതീശനെ പോലെ തന്നെ വർഷങ്ങളോളം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്ന് വേരുകൾ താഴോട്ട് ഉറപ്പിച്ച് തന്നെ വെട്ടാൻ സാധ്യതയുള്ള സകലവനെയും വെട്ടിനിരത്തി നാളെ തനിക്കെതിരെ വരാൻ സാധ്യതയുള്ളവനെ പോലും വെട്ടി ഒതുക്കി, തൻ്റെ മരുമകന് ഷെയ്ഡാകാൻ സാധ്യതയുള്ളവരെ പോലും വെട്ടി ഒതുക്കി പോകുന്ന ആ പിണറായി വിജയന്റെ തുടർച്ചയായിരിക്കും ഈ 25 കൊല്ലം ഈ പറവൂരുകാർ ജയിപ്പിച്ചു വിട്ട ഈ നെട്ടൂരിലെ ഈ മണി ചെയിൻ തട്ടിപ്പുകാരൻ എന്ന സത്യം പറവൂരുകാർ മനസ്സിലാക്കണം. ഈ കേരളത്തെ ഇനി രക്ഷിക്കുവാൻ പറവൂരിലെ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നെ ശ്രമിക്കുന്ന പറവൂരിലുള്ള നല്ലവരായ നാട്ടുകാരെ, ഈ കുശാഗ്ര കുരുട്ടുബുദ്ധിക്കാരനെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്കേ സാധിക്കത്തുള്ളൂ. ഇവൻ സകല മാനിപ്പുലേഷൻ നടത്തി ഇവിടുത്തെ സകല മീഡിയകളെയും വിലക്കെടുത്തു, പിണറായി വിജയനെ വിലക്കെടുത്തു. പിണറായി വിജയന്റെ കച്ചവട പങ്കാളിയാണ് ഇവൻ. BJP നേതാക്കന്മാരെ വിലക്കെടുത്തു. ഇവരെ എതിർക്കുന്ന ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? ഇവന്റെ വശംവദരാകത്തില്ല, ഇവന്റെ ഈ തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത സിമി റോസ്ബെൽ ജോൺ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ പിറന്ന, ഒരു നല്ലൊരു തറവാട്ടിൽ പിറന്ന സിമി റോസ്ബെൽ ജോൺ എന്ന AICC മുൻ അംഗം, എലക്ടഡ് KPCC മെമ്പർ, PSC മെമ്പർ, പല പദവികൾ വഹിച്ചിട്ടുള്ള, ഇന്ന് ഒരുപക്ഷെ കൊച്ചിയിലെ സ്ഥാനാർത്ഥിയായി വരെ മാറാൻ സാധ്യതയുണ്ടായിരുന്ന, ജയിച്ചാൽ ഒരു മന്ത്രി വരെയാകാൻ സാധ്യതയുണ്ടായിരുന്ന ആ സിമി റോസ്ബെൽ ജോണിനെ ഇവൻ പുകച്ച് പുറത്ത് ചാടിച്ചു. അതുപോലെ ലാലി വിൻസെന്റ് എന്ന് പറയുന്ന
ശരിക്കും ലത്തീൻ കത്തോലിക്ക കുടുംബാംഗങ്ങളാണ് ഇവർ രണ്ടുപേരും. ലാലി വിൻസെന്റിനെയും ആ സമുദായം നോക്കി ഇവൻ പുറത്തു ചാടിച്ചു. അതുപോലെ വത്സല പ്രസന്നകുമാറിനെ പറവൂരിൽ ഞാനല്ലാതെ ഒരുത്തനും അവിടെ വേണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞ 5 കൊല്ലമായി ഒരു സ്ഥാനം പോലും നൽകാതെ ഒതുക്കി. വത്സല പ്രസന്നകുമാറിനെ ഇവൻ ഒതുക്കി. അങ്ങനെ ആ മണ്ഡലത്തിൽ തനിക്ക് എതിരായി ഒരാൾ പോലും വരാനില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി ഇയാൾ അവിടെ നിൽക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതിന് ജനാധിപത്യം എന്ന പേർ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നു. ഇതാണോ ജനാധിപത്യം? ഇത് തികഞ്ഞ ഏകാധിപത്യത്തെക്കാളും കടുത്ത ഒരു പോക്കിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എങ്ങനെ ഇത്രയും നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ചില മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുക്കുന്നത്. ഒരു മാധ്യമ വേശ്യകൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്നറിയണമെങ്കിൽ ഏഷ്യനെറ്റിലെ വിനോ വി ജോണുമായി ഇയാൾ നടത്തിയ ആ അഭിമുഖം കണ്ടാൽ മതി. മാധ്യമ വേശ്യകൾ ഉണ്ടാകുന്നതല്ല, അവരെ ഉണ്ടാക്കുന്നതാണ്. മാധ്യമവേശികൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആയിപ്പോകുന്നതാണെന്ന് നമുക്ക് ആ ഇന്റർവ്യൂകൾ കണ്ടാൽ പറയേണ്ടി വരും. വിനോ വി ജോൺ ഒരു പൊട്ടനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കുശാഗ്രബുദ്ധിയും ഷാർപ്നെസ്സുമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ. അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വി ഡി സതീശന്റെ വല്ലവും മേടിച്ച് നക്കിയിട്ടാണോ അതോ ചാനൽ മുതലാളിയുടെ ഉത്തരവ് കൊണ്ടാണോ ഈ നാറിയ പണി ചെയ്തത് എന്ന് കേരളത്തിലെ ജനങ്ങൾ നാളെ ചോദിക്കും. കാരണം ഇയാളെ വെള്ളപൂശുവാൻ വൈറ്റ് വാഷ് ചെയ്യാനുള്ള പല പല എപ്പിസോഡുകളായി വി ഡി സതീശന്റെ PR ഏജൻസികൾ കൊടുത്ത ചോദ്യമാണതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സാമാന്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ വിനു വി ജോണിന്റെ നാക്കിലെന്ന് പിരിവെട്ടിയിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ. ഒന്ന്, കഴിഞ്ഞ 25 വർഷമായി ഇവിടെ സാമാജികനായി വാണ താൻ പറവൂരിന് വേണ്ടിയും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഓർത്തിരിക്കുവാൻ പറ്റാവുന്ന 100 കാര്യം വേണ്ട, ഒരൊറ്റ കാര്യം ഈ വൃത്തികെട്ടവന് പറയാനുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ അവൻ്റെ നാക്കുളുക്കിപ്പോയനെ. എന്നെ ശ്രമിക്കുന്ന പറവൂരിലെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ആലോചിക്കുക. കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായി വടക്കൻ പറവൂരിൽ നിന്നും ആ നാട്ടുകാർ വിജയിപ്പിച്ചു വിടുന്ന ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ സാമാജികനായിരുന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു കാര്യം പറയാം, ഒരു കാര്യം, കൂടുതലൊന്നും വേണ്ട. 2, കഴിഞ്ഞ 5 കൊല്ലമായി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇയാൾ ഇരിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഈ ഭരണപക്ഷത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു അഴിമതികൾ പൊളിച്ചടുക്കിയ 100 വേണ്ട, ഒരു കാര്യം ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? വിനു വി ജോണിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ മാധ്യമവേശികളായി മലന്നു കിടന്നു കൊടുക്കാതെ ഇത്തരം ചോദ്യങ്ങളായിരുന്നില്ലേ ചോദിക്കേണ്ടുന്നത്? ഞാൻ ഈ ചോദിക്കുന്നത്, എന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത് ആയിരങ്ങൾ മാത്രമാവാം കാണുന്നത്. എന്നാൽ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു മാധ്യമങ്ങളിലൂടെ, ഒരു സത്യസന്ധമെന്ന് നടിക്കുന്ന ഈ ചാനലിലൂടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്ന് മേനി നടിക്കുന്ന ഇവന്മാർ ചോദിക്കേണ്ടിരുന്ന ചോദ്യം ഇതൊക്കെയായിരുന്നില്ലേ? ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക്. അതുപോലെ ഈ കഴിഞ്ഞ 25 കൊല്ലത്തിനിടയ്ക്ക് ഇയാൾ നയിച്ച ഏതെങ്കിലും 100 വേണ്ട, ഒരു സമരം പറയാൻ പറ്റുമോ? പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിക്കെതിരെ നടത്തിയ ആ പോരാട്ടം, അതല്ലെങ്കിൽ വിജയിച്ച ഒരു പോരാട്ടം ഏതെങ്കിലും? എന്നാൽ ഇയാൾ മാപ്പിരുന്ന് തൂറി മെഴുകുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടു. നിലപാടുകളുടെ നാറിയ അപ്പോസ്തോലൻ. ഞാൻ സഭാധ്യക്ഷന്മാരുടെയും മതമേലളന്മാരുടെയും തിണ്ണനിറങ്ങാൻ പോകത്തില്ല എന്ന് പറഞ്ഞ ഈ നാണം കെട്ടവൻ ഇന്നലെ രാത്രി കുനിഞ്ഞ് എറണാകുളം ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ബിഷപ്പുമാരെ കാണാൻ പോയി കുനിഞ്ഞു നിന്നു. എന്തിനു വേണ്ടി? ഞമ്മന്റെ ഷിയാസിനെ ജയിക്കണം, ലവന്റെ പേര് ഷിയാസ് ആണെന്നെങ്കിലും മത്തായി എന്ന് നിങ്ങൾ കരുതി അവന് വോട്ട് ചെയ്യണം എന്ന് യാചിച്ചുകൊണ്ട്. ഒരു എളുപ്പമില്ലായിരുന്നു മതമേലക്ഷിതന്മാരുടെ പോയി കുനിഞ്ഞു നിൽക്കുവാൻ, അവന്റെ അംശമടി മുത്തുവാൻ. നിലപാടുകളുടെ നാറിയ രാജകുമാരൻ. ഇവനെക്കുറിച്ചാണ് സുകുമാരൻ നായർ പറഞ്ഞത്, ഈ ഉളുപ്പില്ലാത്തവൻ എൻ്റെ തിണ്ണയിൽ വന്നിരുന്ന് നിരങ്ങി എൻ്റെ പാദത്തിൽ നക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ ഇറക്കി വിട്ടപ്പോൾ അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പേ ഞങ്ങൾ ഞെട്ടിപ്പോയി വെളിയിൽ പോയി നിന്ന് പറയുന്നു, എന്ത്, ഞാൻ പോകത്തില്ലെന്ന്. എന്തിന്?
മതമേലധ്യക്ഷന്മാരുടെയും പ്രമാണിമാരുടെയും തിണ്ണനിറങ്ങുവാൻ. അതുപോലെ i2i ന്യൂസ് കൃത്യമായ വാർത്ത കൊടുത്തിരുന്നു. ഇവൻ അമ്പലത്തിൽ പോയി രാവിലെ കുനിഞ്ഞു നിൽക്കും, വൈകുന്നേരം മുസ്ലിം പള്ളിയിൽ പോയി അവൻ നിൽക്കും, രാത്രിയാകുമ്പോൾ പൈശാചികദാസന്മാരുടെ പാച്ചർമാരുടെ കുടുംബം കലക്കി പാച്ചർമാരുടെ മുന്നിൽ പോയി ഇവൻ കുനിഞ്ഞു നിൽക്കുന്ന വീഡിയോകൾ ഞങ്ങൾ കൊടുത്തു. പത്തനംതിട്ടയിലെ പൈശാചികനായ ഒരു പാസ്റ്ററെ അടുത്ത് പോയി ടിജോ തോമസ് എന്ന് പറയുന്ന ആ കുടുംബം കലക്കി വ്യഭിചരിക്കാൻ ദുബൈയിൽ പോയി അവൻ നടത്തുന്ന വ്യഭിചാര ടോക്കുകൾ വരെ ഞങ്ങൾ സംരക്ഷണം ചെയ്തു. ഇവനാണ്, ഇവന്റെ അടുത്ത് പോയി മുന്നിൽ കുനിഞ്ഞു നിന്ന ആ VD സതീശൻ എന്ന് പറയുന്നവൻ ആരാണ്? ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ടിജോ തോമസ് എന്ന് പറയുന്ന ആ കുടുംബം കലക്കി പാച്ചറിന്റെ മുന്നിൽ പോയി കുനിഞ്ഞു നിന്നിട്ടാണ് ഇവൻ ഇന്ന് അമ്പലത്തിൽ പോയതെന്ന് പറവൂറുകാർ മനസ്സിലാക്കണം. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഈ VD സതീശന്റെ കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള ദുബൈയിലെ പ്രത്യേക കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ടിജോ തോമസ് ആണ്. ഈ നാണം കെട്ടവന് വേണ്ടി ഒരു യുവ കോൺഗ്രസ് നേതാവാണ് എന്നെ കാണാൻ വന്നത്. 13 ലക്ഷം രൂപയാണ് ഈ VD സതീശൻ അവിടെ നിന്ന് അവർക്ക് ആശംസകൾ കൊടുക്കുന്നതും അവന്റെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുന്ന ആ വാർത്ത പിൻവലിക്കുവാനും എനിക്ക് ഓഫർ ചെയ്തത് 13 ലക്ഷം രൂപയാണ്. അത് നിഷേധിക്കാൻ ഉറപ്പുള്ളവനുണ്ടെങ്കിൽ നിഷേധിക്കുക. കൃത്യമായ തെളിവും അതിന്റെ സംഭാഷണങ്ങളും അടക്കം ഞങ്ങൾ പുറത്തുവിടാം. VD സതീശന് ഉറപ്പുണ്ടോ? ആ പണം വാങ്ങി ഞങ്ങൾ വാർത്ത പിൻവലിക്കാതിരുന്നപ്പോൾ ചെയ്തത് നിങ്ങൾ കാണണം. ഈ ടിജോ തോമസ് എന്ന് പറയുന്ന ഈ അലവലാതി, ഈ നാണം കെട്ടവൻ i2i ന്യൂസ് പൂട്ടിക്കുവാൻ വേണ്ടി വ്യാജ റിപ്പോർട്ട് അടിച്ച് i2i ന്യൂസിന് 3 സ്ട്രൈക്ക് അടിക്കുവാൻ ശ്രമിച്ചു. 3 സ്ട്രൈക്ക് വന്നു. പക്ഷേ ഞങ്ങൾ യൂട്യൂബിനെ കൺവിൻസ് ചെയ്തു ഇത് വ്യാജ റിപ്പോർട്ടിംഗ് ആണ്, യാതൊരു ബേസുമില്ല എന്ന് കൃത്യമായ ഡോക്യുമെന്റൽ എവിഡൻസ് അടക്കം ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്തു. യൂട്യൂബ് അത് അക്സെപ്റ്റ് ചെയ്തു. ആ 3 സ്ട്രൈക്കും മാറി i2i ന്യൂസ് പൂട്ടിയില്ല. ആ പിൻവലിച്ച വീഡിയോകളെല്ലാം ഇന്ന് i2i ന്യൂസിൽ തിരികെ വന്നു. ഓർക്കുക, ഇവൻ പോയി കുനിഞ്ഞു നിന്ന ആ പാച്ചറുടെ വാർത്ത മാറ്റുവാൻ ഞങ്ങൾക്ക് ഓഫർ ചെയ്ത് 13 ലക്ഷം രൂപയാണ്. ഞങ്ങൾ ഈ VD സതീശന്റെ പണം നക്കി തിന്നുകയോ ഇവന്റെ ഏജന്റുമാരുടെയോ ചെയ്യുന്ന ആളുകളല്ല. ഈ സത്യം തുറന്നു പറയുന്ന 2-3 പേരെ ഈ കേരളത്തിലുള്ളൂ എന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. 1 സെമി റോസ്ബെൽ ജോൺ, 2 കൊച്ചി എറണാകുളത്തെ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദ്, 3 സുനിൽ മാത്യു. ഇവന്റെ ഓഫറുകളുടെ മുന്നിൽ മയങ്ങി വീഴാത്ത, ഇവന്റെ ഭീഷണിയുടെ മുന്നിൽ പേടിക്കാത്ത, ഇവൻ കേരളത്തിന്റെ ഗതികേട് കൊണ്ട് നാളെ മുഖ്യമന്ത്രിയായ പോലും അന്ന് കരിങ്കൊടി, അന്ന് കറുത്ത ഡ്രസ് അടിച്ച് ഇവന്റെ തന്തയ്ക്ക് വിളിക്കുവാൻ പ്രാപ്തിയുള്ള വളരെ ചുരുക്കം ചില മാധ്യമപ്രവർത്തകരിൽ ഒരുത്തനായിരിക്കും അന്നും ഞാനെന്ന് ഉറപ്പ് പറയുകയാണ്. എന്നാലും ഇവന്റെ ഈ വാക്കുകളിന്റെ ഓഫറുകളിൽ ഞങ്ങൾ വീഴില്ല. ഇവൻ പറയുന്ന പോലത്തെ നിലപാടല്ല. i2i ന്യൂസിന് വ്യക്തമായ കൃത്യമായ നിലപാടുണ്ട് ഈ വിഷയങ്ങളിൽ. കാരണം ഇവൻ ഫ്രോഡാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. സകല സംവിധാനത്തെയും ഇവൻ മാനിപ്പുലേറ്റ് ചെയ്തു. ഇവൻ ഭീകരനാണ്. ഇവൻ കേരളത്തിലെ ജനങ്ങളെ തൂക്കി വിൽക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതിനെ തടയിടാൻ സാധിക്കുന്നത്, ഈ കേരളത്തെ അതിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കുന്നത് പറവൂരിലെ നല്ലവരായ നാട്ടുകാർക്ക് മാത്രമാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഓർക്കുക, 25 കൊല്ലം കൊണ്ട് താരകേശന്റെ ഭാര്യ പറയുന്നത് നിങ്ങൾ കണ്ടതാണ്. കീറിയ ചട്ടിയും ഇട്ട് അവളെ പ്രാപിക്കുവാൻ ചെന്നപ്പോൾ അന്ന് പരിപ്പുവടയും കട്ടൻ കാപ്പിക്ക് പോലും കാശില്ലാതിരുന്ന ഇവന് കൊടുത്ത ആ താരകേശന്റെ അടുത്ത് ഇവൻ എന്താണ് കാണിച്ചത്? ലാംബി സ്കൂട്ടറിൽ 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ഇല്ലാതിരുന്ന് നടന്ന ഇവൻ പിന്നീട് കാണിച്ചത് എന്താണ്? അതുപോലെ തന്നെ ഇവൻ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ 7-ാം കൂലി സ്പേഡായി നടന്നപ്പോൾ ഇവനക്ക് കൈപിടിച്ച് ഇവനെ ആളാക്കിയ ജോസഫ് വാഴക്കനിട്ട് വെട്ടിയിട്ട് അയാൾക്ക് സീറ്റ് നിഷേധിച്ചിട്ട് ഇന്നവൻ നിന്ന് പറയുന്നത് കേട്ടോ? ആ MLA ഹോസ്റ്റലിൽ ഒരു അഭയാർത്ഥിയെ പോലെ കടന്ന് അവർ കൊടുത്ത എച്ചിലിത കഴിച്ച് വളർന്ന ഇവൻ ഇന്ന് ആളായപ്പോൾ ആ ജോസഫ് വാഴക്കനിട്ട് പണിഞ്ഞിട്ട് ഇന്നവൻ ഒരു കുമ്പസാരം നടത്തി മാധ്യമങ്ങളുടെ മുന്നിൽ. ഈ പറവൂരിലെ ഈ കീടത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നത് ഇന്ന് വേറെ ആർക്കുമല്ല, പറവൂരിലെ നല്ലവരായ നാട്ടുകാർക്ക് മാത്രമാണ്. ഇവന്റെ പഴയ തരികടകളെക്കുറിച്ച് i2i ന്യൂസിന് ഇന്റർവ്യൂ തന്ന ആ രാജേന്ദ്ര പ്രസാദിനെ ഗുണ്ടകളെ വിട്ട് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ മുട്ടുചിരട്ട
ചുറ്റിക കൊണ്ട് അടിച്ച് പൊട്ടിക്കുവാൻ ശ്രമിച്ചു. സർജറി കഴിഞ്ഞ് അദ്ദേഹം ഇന്നും വിശ്രമത്തിലാണ്. ഈ നിലപാടുകളുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ തെമ്മാടി ഇവൻ കാണിച്ച പണി അതാണ്. അതുപോലെ ഇതൊന്നും ഞാൻ കാര്യമാക്കാറില്ല എന്ന് പറയുന്ന ഇവൻ നേരിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി എനിക്കെതിരെ പരാതി കൊടുത്തവനാണ്. അത് നിലനിൽക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിണറായി വിജയനെ കൊണ്ട് 4 പരാതിക്കാരുമില്ലാതെ സുവോമോട്ടോ കേസ് എനിക്കെതിരെ എടുത്ത് എന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയാണ് ഇവന്മാരോട് ചോദിച്ചത്, നാണമില്ലേ? ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് നിന്റെയൊക്കെ കുഞ്ഞമ്മയുടെ താല്പര്യത്തിനൊത്തെടുത്ത് കളിക്കാനുള്ളതാണോ എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട കോടതി പോലും സഹികെട്ട് ചോദിച്ചു. കാരണം ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്ന അതേ അടുത്ത ദിവസം തന്നെ അടുത്ത വകുപ്പ് അതേ രീതിയിലിടുന്നു. ആര്? പരാതിക്കാരില്ലാതെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ട ഞാൻ ബലാത്സംഗ കേസ് ഒഴികെ ബാക്കി എല്ലാ വകുപ്പുകളും എനിക്കെതിരെ ഇട്ടു. ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന്. ഒരൊറ്റ സ്ത്രീയുടെ പേരും എനിക്ക് അറിയാമായിരുന്നിട്ടും സകല വിവരങ്ങളുണ്ടായിട്ട് പോലും ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം ബഹുമാനപ്പെട്ട കോടതിയിൽ പൊളിച്ചടുക്കി. ബഹുമാനപ്പെട്ട കോടതിക്ക് അത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ കോടതിയുടെ ആ വിധിയിന്മേലുള്ള ഉറപ്പിന്മേലാണ് ഇന്ന് എനിക്കിത് സംസാരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഒബ്ജക്റ്റീവായ ഒരു നീതിപീഠമില്ലായിരുന്നുവെങ്കിൽ സുനിൽ മാത്യു എന്ന് പറയുന്ന ഞാൻ ഒന്നെങ്കിൽ ഇവനെ ഭയന്ന് അല്ലെങ്കിൽ ഇവൻ്റെ കള്ളപ്പണം മേടിച്ച് കുനിഞ്ഞു നിൽക്കുന്ന ഒരാളായി മാറുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ സത്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത് ഇവിടെ ശക്തമായ ഒരു നീതിപീഠം ഉള്ളതുകൊണ്ടും ഇവിടെ ഒരു കൃത്യമായ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകന് വേണ്ടുന്ന സംരക്ഷണം കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഇന്ന് വളരെയേറെ ആളുകൾ, 100 കണക്കിന് ആളുകൾ വളരെയേറെ വിഷമത്തോടുകൂടി എന്നെ വിളിച്ചു. രാഹുൽ മാങ്കൂട്ടം അവസാന നിമിഷമെങ്കിലും പത്രിക സമർപ്പിക്കുമോ? പറവൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും മത്സരിക്കുമോ? രാഹുൽ അപ്രകാരം പാലക്കാട്ടും പറവൂരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ 2 ഇടങ്ങളിലും വിജയിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ രാഹുലിനെ വിരട്ടി നിർവീര്യമാക്കിയത് എന്തു പറഞ്ഞാണ്? അതെന്തെങ്കിലും ഓവർ കൊടുത്താണെങ്കിലും ശരി, ഇവനെ ഭയന്നാണെങ്കിലും ശരി, എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. രാഹുൽ എന്തുകൊണ്ട് തന്നെയാണെങ്കിലും ഇപ്പോൾ നിശബ്ദത പാലിച്ചതെങ്കിൽ ഇവൻ ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യനല്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ തുടക്കം മുതൽ ഈ രാഹുലിനെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, രാഹുലിൻ്റെ താല്പര്യമനുസരിച്ചോ രാഹുലിൻ്റെ PR അല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും വിശ്വസിച്ചു ഇത് രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെ രാഹുലിൻ്റെ പണം പറ്റിയോ ആയിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് വട്ടമുണ്ടോ? കാരണം നാഴികയ്ക്ക് 40 വട്ടം, ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ സകല മാധ്യമങ്ങളും ഒട്ടതിരിഞ്ഞ് ഇയാളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ i2 ന്യൂസ് മാത്രം ഇയാൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരായാലും സംശയിച്ചു പോകും. എന്നാൽ ഇന്ന് നിങ്ങൾ ആ സത്യം മനസ്സിലാക്കണം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. കഴിഞ്ഞ ദിവസം ഞാൻ രാഹുലിനെ ആദ്യമായി വിളിച്ചിരുന്നു. അദ്ദേഹം ഫോൺ എടുത്തില്ല. ഞാനൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കണ്ടിട്ടാവണം ഉടൻ തന്നെ രാഹുൽ എന്നെ തിരികെ വിളിച്ചു. രാഹുൽ എന്നോട് സംസാരിച്ചത്, ഞങ്ങൾ ആ സംസാരിച്ചത് യാതൊരു കാരണവശാലും ഞാൻ പബ്ലിഷ് ചെയ്യത്തില്ല എന്ന ഒരു ഉറപ്പ് രാഹുലിന് നൽകിയത് കൊണ്ടാണ് ആ സംഭാഷണം ഞാൻ പുറത്തുവിടുന്നില്ല. ഞങ്ങൾ സംസാരിച്ചതിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കില്ല, ഈ പ്രസ്ഥാനം പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ മത്സരിക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കണം, രാഹുൽ മാങ്കൂട്ടം എന്ന ആ പഴയ ഉശിരുള്ള ചെറുപ്പക്കാരൻ ഇപ്രകാരമുള്ള ഉമ്മാക്കി കാണിച്ചാലൊന്നും ആളായിരുന്നില്ല. ഇതുപോലുള്ള വിരട്ടകളിലൊക്കെ നിന്റെ മടക്കി കൈവച്ചാൽ മതി എന്ന് പറയുന്ന, മുഖത്ത് നോക്കി പറയുന്ന തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മരിച്ചു എന്ന് നമ്മൾ വിചാരിക്കണം. കാരണം ഒന്നെങ്കിൽ ഇതിലും ഏതോ വലിയ കുറ്റകൃത്യം ചെയ്ത് അയാൾ ഭയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇയാളെ വിരട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതോ മോഹന വാഗ്ദാനങ്ങൾ നൽകി അയാളെ വശപ്പെടുത്തിയിരിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ആ കാര്യത്തിൽ വീണ്ടും ഈ നെട്ടൂരിലെ പഴയ മണി ചെയ്തിട്ടുപ്പുകാരൻ
വിജയിച്ചു. പക്ഷേ രാഹുലിനെ മറന്നേക്കുക. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന, ഇന്ന് മരിച്ച രാഹുലിനെയല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ മിടുക്കനായ ഒരു യുവനേതാവിനെ തേൻകണിയിൽപ്പെടുത്തി ഒതുക്കി വെടക്കാക്കി ഒന്നുമല്ലാതാക്കി അവിടെ പകരം ഒരു റാൻമൂളി സ്പെഡിനെ ഇട്ട് ഈ ജനാധിപത്യ സംവിധാനത്തെ വ്യഭിചരിച്ച ഒന്നുമല്ലാതാക്കിയ ഈ നാണം കെട്ടവന്റെ കാരണത്തൊരു അടിയേലും കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങളെ, പാലക്കാട്ടെ ജനങ്ങളെ, പാലക്കാട്ടെ വോട്ടർമാരെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഏപ്രിൽ 9-ാം തീയതി ഈ നാണംകെട്ട കളികളിലൂടെ സകല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് നടത്തുന്ന ഈ പൊറാട്ട നാടകങ്ങളിലൂടെ നിങ്ങളുടെ കണ്ണിന് മൂടലുണ്ടാക്കുമ്പോൾ, PR-കളിലൂടെയും മാനിപ്പുലേഷനുകളിലൂടെയും ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിനുകളിലൂടെയും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി ഒരു കോമഡി കലാകാരനെ, വാക്ചാതുര്യമുള്ള ഒരുത്തനെ ഇറക്കി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, നാളെ ഒരു ചെറുപ്പക്കാരന് ഈ ഗതി ഉണ്ടാവരുത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹാനായ നേതാവിനെ ഒരു അഭിസാരികയെ ഇറക്കി നാണം കെടുത്തി ആ ഭരണം അട്ടിമറിച്ചു 2016-ൽ. ആ 2016 ഇന്നിവിടെ തുടരുകയാണ്. ആ 2016 ഇവിടെ ആവർത്തിക്കുകയാണ് ഈ 2026-ലും. അന്ന് തുടർഭരണം ലഭിക്കേണ്ടിയിരുന്ന ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർത്തത് ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ നരാധമൻ തന്നെയാണ്. ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ, ഈ സംസ്ഥാനത്തെ ഏറ്റവും അഴിമതികളുള്ള ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്ന് പറയുമ്പോൾ അതിനെ ആയുധമാക്കിയ പ്രതിപക്ഷം ആ ഭരണകൂടം തന്നെ ഇല്ലാതാക്കി. പാലക്കാട്ടെ ആ കോമഡി താരം വിജയിക്കുമ്പോൾ വിജയിക്കുന്നത് ഈ പറവൂരിലെ പഴയ മണി ചെയിൻ ടിപ്പുകാരൻ, ഈ തേൻകണി വീരനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. വളരെ വിശദമായ കൂടുതൽ ചൂടുള്ള വാർത്തകളുമായി നമ്മൾ മടങ്ങി വരും. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് മിഷൻ 250-യുടെ 221-ാം ദിനമായ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങളാണ്. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പുനലൂർന്ന് റോയിയാണ്. സാറിന്റെ ഈ പരിപാടി കൊണ്ട് ഏതായാലും നമുക്ക് നല്ല നേട്ടങ്ങളാണ് ഉണ്ടായേക്കുന്നത്. ഇന്ന് വരെയും നടന്നേക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രതീക്ഷ എല്ലാ ആസ്ഥാനത്തായിരിക്കും ആണല്ലോ. എന്നിരുന്നാലും വേറെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പ് മൊത്തവും ഇപ്പം എതിരായിട്ട് തന്നെ വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമമുള്ള കാര്യം. നമ്മളൊക്കെ ഇത്രയും പറഞ്ഞെങ്കിലും സുധാകരന്റെ കാര്യം തന്നെ എടുത്തിട്ടെങ്കിലും കാര്യം നമുക്കൊരു പ്രതീക്ഷ ഇല്ലല്ലോ. ഇപ്പം സുധാകരൻ എന്ത് ചെയ്യുമെന്നോ ഏത് ചെയ്യുമെന്നോ ഇന്നിപ്പോ ലാസ്റ്റ് ഡേറ്റുമായി രാഹുലിന്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഇത് കണ്ടോ, ഇപ്പം ഇവനെ എത്ര ഭീകരാവസ്ഥ നോക്കി, കംപ്ലീറ്റ് മാധ്യമങ്ങളെ ഇവൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ തേൻകണി വീരനിൽ മാത്രം ചുറ്റിപ്പറ്റി പോകുന്ന അവസ്ഥ ഓർത്ത് നോക്കിയേ. പാലക്കാട് കണ്ടോ, ഏറ്റവും മിടുക്കയായ ഒരു സ്ഥാനാർത്ഥിയാണ്. BJP-ക്കാരും CPI-ക്കാരും പോലും ഇവന്റെ പണം വാങ്ങി ആ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രൊമോഷൻ പോലും നടത്തുന്നില്ല. അവരെ കുറിച്ചൊരു വാർത്ത വരുന്നില്ല മാധ്യമങ്ങളിൽ. ഇവൻ കംപ്ലീറ്റ് മാധ്യമങ്ങളെ വിലക്കി മുക്കിയേക്കാണ് അവരുടെ വാർത്ത. മുക്കിയേക്കെന്ന് മാത്രമല്ല സാറേ, നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% ഇലക്ഷൻ ഇനിയിപ്പോ കൂടുതൽ വോട്ടൊന്നും ചെയ്യേണ്ടി വരത്തില്ല. യാതൊരു കാരണവശാലും ഞങ്ങളുടെയൊക്കെ ഈ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ പൊന്നൂരുള്ള ഞങ്ങള് ആൾക്കാരെല്ലാരും കൂടെ കണക്ക് കൂട്ടിയേക്കുന്നത് വെച്ച് നോക്കിയാലും യാതൊരു കാരണവശാലും പിഷാരനെ ജയിക്കത്തില്ല. അതിന് യാതൊരു സംശയവും ഇല്ല. ഈ അവസാന മൂവ്മെന്റിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ കേരള ജനത, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കാര്യം പോക്കാണെന്നാണ് ഞങ്ങളുടെ തീരുമാനം. സാറിന്റെ ഈ പരിപാടി മേലിലും കേരളത്തിന് വേണ്ടി ഇത് മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിക്കുക, നിർത്തിക്കളയരുത്. സാർ ഈ ഒരു പ്രസ്ഥാനം ചെയ്ത കാര്യം ഞങ്ങൾ പല ചാനലുകളും കാണുന്നുണ്ടെങ്കിലും സാറിന്റെ ചാനലിലെ ഓരോ ന്യൂസും ഓരോ കാര്യങ്ങളും അർത്ഥവ്യക്തമായിട്ടുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം ചെറുപ്പക്കാര് പിള്ളേർ തൊട്ട് ഞങ്ങളെപ്പോൾ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും സത്യത്തിന് ഇത് നിലയിൽ വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങ് രാഹുലിനെ കൊലുത്താമെന്ന് പറഞ്ഞാൽ സുധാകരനെ അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സാറേ, വലിയൊരു കാര്യമാണ്. കാര്യം സാറിനെ പോലുള്ള ചാനലുകാരോ അതുപോലുള്ള അറിവുള്ള ആൾക്കാർ പറയുന്നത് ഇതൊന്നും മാനിക്കാതെ സാറ് പറഞ്ഞ പോലെ തന്നെ മാനിപ്പുലേഷൻ, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സകലരെയും, അതായത് അപ്പുറത്തിരിക്കുന്നവനെയും ഇപ്പുറത്തിരിക്കുന്നവനെയും ചെയ്തുകൊണ്ടാണ് ഈ തേൻകണി ഈ ജീവനം ചെയ്തേക്കുന്നത്. അതിന് ഓശാനപാടി ഇപ്പൊ ഇച്ചിരി മാറി നിൽക്കുന്നതേ ഉള്ളു.
മിസ്റ്റർ രമേശ് ചെന്നിത്തല അത് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അവന്റെ കൂടെ തന്നെ പറ്റി പിടിച്ച് എന്താണെന്ന് ചെയ്യും. അതാണ് ഇന്നത്തെ കാലം വരുന്നത്. നമ്മളെ ട്രിവാൻഡ്രത്ത് വിളിക്കുക. പേര് ശക്തിയില്ല. മനസ്സിന് ഭയങ്കര പ്രയാസമുണ്ട്. ഞാനും ഒരു കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ 18 വയസ്സ് മുതൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയത് കോൺഗ്രസിന് വേണ്ടിയാണ്. അപ്പൊ അത് കാരണം എനിക്ക് വിഷമമുണ്ട്. രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ആരും ആയിക്കൊണ്ട് പോട്ടെ, ആരെല്ലാം പ്രായമുള്ളവർ 70, 75 വയസ്സുകാർ എന്തെല്ലാം തെറ്റ് കാണിക്കുന്നുണ്ട്. അവിവാഹിതനായ ഒരു പയ്യൻ തെറ്റ് കാണിച്ചതിൽ തെറ്റൊന്നുമില്ല, നമുക്ക് പുറത്തു കൊടുക്കാന്നുള്ള തെറ്റേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഈ സതീശൻ കിടന്ന് അവനെ ശിക്ഷിക്കുന്നത് വളരെ തെറ്റാണ്. പാലക്കാട് പിഷാരടിയെ നിർത്തിയതേ കോൺഗ്രസ് അവിടെ ജയിക്കാതിരിക്കാനാണ്. ശരിക്കും ഡീൽ ഉണ്ടാക്കിയത് ഇന്ന് സതീശൻ പറഞ്ഞത് അത് ഇടതുപക്ഷവും BJP ആയിട്ടുള്ള ഡീലാണ്. ശരിക്കും സതീശനും BJP ആയിട്ടുള്ള ഡീലല്ലേ? എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ, പിഷാരടി നാളെ തോറ്റാൽ, ഞാൻ പറഞ്ഞില്ലേ അന്നേ CPM-ഉം BJP-യും തമ്മിൽ ബന്ധമുണ്ട്, ഡീലുണ്ട്, അതുകൊണ്ടാണ് അവിടെ അവർ ജയിച്ചതെന്ന്. അതിനാണ് ഈ കളി കളിക്കുന്നത്, ഈ പറഞ്ഞത് ഈ വാക്ക്. അപ്പൊ ഇതില് പിന്നെ ഇതില് വേറെ ഏതൊന്നുമില്ല. ഇതില് ഏറ്റവും ഇത് ചോറി തിന്നുന്നവരാണെങ്കിൽ അറിയാം, എവന് വീണ്ടും പിണറായിയെ കയറ്റണം. അപ്പൊ ഇതിനു വേണ്ടിയാണ്, അതിനും അനുവദിക്കരുത്. നമ്മുടെ കേരള ജനത മൊത്തം 14 ജില്ലയിലുള്ള മനുഷ്യരും ഈ പിണറായി കയറ്റാതെ നമുക്ക് കോൺഗ്രസിന്റെ ഭരണത്തിലാണ്. പക്ഷെ അവനെ പ്രതിപക്ഷത്തിന് ഇറക്കണം. അതിന് എന്ത് ചെയ്യും സാർ? അത് ഇത് ഭയങ്കര വിഷമമുണ്ടോ? അതിന് ചെയ്യാവുന്ന പറഞ്ഞാൽ ഒന്നിതാണ്. ഫസ്റ്റ് ഈ തരത്തിൽ ഈ രാഹുലിനെയും അതുപോലെ കെ സുധാകരനെയും അടക്കം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ പല ആളുകളെയും തകർത്ത ഈ പിണറായി വിജയന്റെ അടിമ BJPക്ക് ഇവിടെ ഭരണം ഉണ്ടാക്കാൻ വരുന്ന ഇവനെ ഒന്ന് ഫസ്റ്റ് പറവൂരിലെ ജനങ്ങൾ ഇവനെ തോപ്പിക്കുക. 2 ഇവനോടൊപ്പം നിൽക്കുന്ന കെ മുരളീധരന്, അതുപോലെ തന്നെ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ഷാനിമോൾ ഉസ്മാന്, ഇങ്ങനെയുള്ള ഇവന്റെ ആസ്മാദികളെ, ഇവന്റെ ഏജന്റുമാരെ, അതുപോലെ ഇവന്റെ ഒരു ഗുണ്ടയുണ്ട് ഷിയാസ് കൊച്ചി, ഇങ്ങനെയൊക്കെയുള്ള സകലരെയും കൃത്യമായി നിരത്തി തോപ്പിക്കുക. അതിന് എന്താണ് അതിന് സ്വതന്ത്രം നിർത്തണം നമ്മുടെ കോൺഗ്രസിൽ തന്നെ. അത്തരം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാഹുലിനെ അതുപോലെ ഇവന്മാര് നശിപ്പിച്ചു. രാഹുല് ഈ പാർട്ടി പ്രേമമായിട്ടിരിക്കുകയാണ്. രാഹുലിന് എങ്കിലും സ്വതന്ത്രം അവിടെ പറവൂര് നിർത്തണം, എങ്കിലേ സ്ഥാപിക്കാൻ പറ്റൂ. അയാള് കാരണം ഇന്ന് അവസാന ഡേറ്റാണ്, നമുക്കതൊന്നും ഇനി പോസിബിൾ ഉള്ള കാരണമല്ല. കാരണം അവിടുത്തെ പറവൂർ മുൻ നഗരസഭാ ഉപാധ്യക്ഷയായ വത്സല പ്രസന്നകുമാറാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്, BJP. അതുപോലെ CPIയുടെ ടൈസൺ മാസ്റ്റർ. അത്ര ഇവരിൽ ആരെയെങ്കിലും ജനങ്ങൾ ജയിപ്പിക്കണം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം. പക്ഷേ ഇന്ന് വരെ ഇയാള് ഈ പിണറായി തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ സാർ ഏതെങ്കിലും ഒരു കാര്യത്തിന്? ഇല്ല. കാരണം തട്ടിപ്പിന്റെ പകുതി ഇവനാണ്, സതീശനാണ് കിട്ടുന്നത്. ഇവൻ എന്തിന് പ്രതിപക്ഷത്ത് ചിരക്കാനായിരിക്കുന്നത്? ജനങ്ങൾ ചോദിക്കേണ്ടതാണത്. ചിരക്കാനായിരിക്കണം. ഞാൻ എവിടെയെങ്കിലും അവന്റെ പ്രസംഗം കേട്ടാൽ ഞാൻ ഓടിച്ചെന്നെങ്കിലും ഞാൻ മധ്യസ്ഥയിൽ പറഞ്ഞിരുന്നു. പ്രതിപക്ഷത്ത് ഇവൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എന്തിന് ചിരക്കാനായിരിക്കണം? ഭരണപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കാനാ ഇവനെ പ്രതിപക്ഷത്തിന് ജനങ്ങളെല്ലാം തിരഞ്ഞെടുത്തത്. ഈ സുധാകരനെയൊക്കെ KPCC ഇവനെ ആര് ഒരു ഹൈക്കമാൻഡെന്ന് പറഞ്ഞു കൊടുത്ത് ഒരു രാഹുൽ ഗാന്ധി ഇതൊന്നും കാണുന്നില്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കേരളത്തില്? എല്ലാ ഇവരുടെ ഗാന്ധി കുടുംബമേ ഇവന്മാർ അടിമകളായി മാറി. മനസ്സിലായില്ലേ? ഈ തേൻകണിക്കാരന്മാരുടെ അടിമകളായി മാറി അവര്. വേണുഗോപാല് ചെന്നിത്തലയൊക്കെ വെട്ടിപ്പിടി സമ്പാദിച്ചതിന് കണക്കുണ്ട്. ഇനി എന്തിനാണ് ഈ ആർത്തി? അവനൊക്കെ എന്തുമാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയെ വെട്ടിച്ച്. ഞാനിവിടെ കോട്ടയാ. പേര് സുരേഷ്. ഈ VD സതീശനൊക്കെ ചെയ്തത് എന്നതായിരുന്നു ആ രാഹുൽ മാങ്കൂട്ടത്തിന്? എന്തോ തോന്നി? സതീശന്റെ പരിപാടി കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവൻ വിജയിക്കുവോ? എന്നതാ എന്റെ പൊന്നെ, ഇവനൊക്കെ കോൺഗ്രസിനകത്ത് ഇവനൊക്കെ ഇല്ലാതിരിക്കുന്നതല്ലേ. ആ സുധാകരനൊക്കെ എന്ത് നല്ല മനുഷ്യൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്ന് പറഞ്ഞ എന്നതാ അതിനകത്ത്? ഈ അർത്ഥവത്തായ വല്ല സംഗതിയില്ല. പക്ഷെ അയാളെ അടിച്ച് അയാളെ ഇനി ഒരു രാഷ്ട്രീയത്തിലും വർക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ അവനെ ആക്കാൻ വേണ്ടിയായിരുന്നു ഈ സതീശൻ കളിച്ചു. എന്നതാ അതല്ലേ? ആ ചാനലിന്റെ വർത്താനം കേൾക്കുമ്പോ തന്നെ ഇത്രയെല്ലാം പണി ചെയ്തിട്ട് ഈ തേങ്കണി സതീശന്റെ നേതൃത്വം കൊടുക്കുന്ന ഇവന്മാർക്ക് നേട്ടം ഉണ്ടാവുമോ? നേട്ടം പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടാകും. അറിയോ, പിണറായി അത്ര തെറ്റത്തരം കാണിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നേട്ടം ഉണ്ടാകും.
എന്നാ വെച്ചാൽ ജയിക്കും, എന്നാ വെച്ചാൽ കോൺഗ്രസ് ഭരിക്കും. പക്ഷെ എന്നാലും പിന്നെ ഈ പാലക്കാടൊന്നും കിട്ടത്തില്ല. എന്ന് വെച്ചാൽ രാഹുൽ നിൽക്കുമായിരുന്നാൽ പാലക്കാട് കിട്ടിയേനെ, നമുക്കൊരു സീറ്റൂടെ കിട്ടിയേനെ. പാലക്കാട് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ അവർ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി നല്ലൊരു പിന്നെ BJPയുടെ ആണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും അവരൊരു നല്ല സ്ത്രീയാണ്. അപ്പൊ അവർക്ക് കുറെ വോട്ടങ്ങ് പോകും. എന്ന് വെച്ചാൽ രാഹുലിന് ചെയ്യാനുള്ളവരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടങ്ങ് ചെയ്യും. അവരൊരു നല്ല സ്ത്രീയല്ലേ എന്നും കൊണ്ട് മാർക്സ് പാർട്ടിക്ക് ചെയ്യല, ആ വോട്ടൊക്കെ അങ്ങോട്ടങ്ങ് പോവുകയുള്ളൂ. ഈ രാഹുലിന് ചെയ്യാൻ വെച്ച വോട്ടൊക്കെ കുറെ അങ്ങോട്ട് പോകും. ഈ പിഷാരടി എന്നൊക്കെ പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് 2-3 റോൾ അഭിനയിച്ചെന്നും പറഞ്ഞ് ഇവനെയൊക്കെ കൊണ്ട് പിടിച്ചു നിർത്തി. പണ്ട് ഇവനെ നിർത്തിയായിരുന്നു, എന്നാ ധർമ്മജൻ ബോൾഗാട്ട് എന്നും പറഞ്ഞ് അവനെയൊക്കെ നിർത്തിയിട്ട് എന്നതായിരുന്നു കോൺഗ്രസ് നേടി. ഈ VD സതീശൻ നായിയുടെ മെയിൻ ആളാണ്. അവന് ഈ കരുണാകരപക്ഷമാണ്. അവൻ ഉമ്മൻചാണ്ടിയുടെ ആളാണ് ഇവരൊക്കെ. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പില്, ഇവരൊക്കെ നല്ലൊരു കോൺഗ്രസ്സുകാരാണ്. ഇവരാണ് ഈ കോൺഗ്രസ് ഇത്രയും ഉയർത്തിക്കൊണ്ട് ഈ പ്രാവശ്യയിലും വന്നത്. ഈ സതീശൻ 25 വർഷം ഇവിടെ സാമാജികനായിട്ട് നടന്നിട്ട് ഇവനെ കൊണ്ട് എന്തെങ്കിലും ഗുണം അവന്റെ നാട്ടുകാർക്കോ ഈ നാടിനോ ഉണ്ടായിട്ടുണ്ടോ? ഈ അവനൊന്ന് തോറ്റു കഴിഞ്ഞാണല്ലോ ഈ സുധാകരനെ അന്നേരം നിർത്തി മത്സരിപ്പിച്ച് അയാളെ മുഖ്യമന്ത്രിയാക്കണം. അതാ ചെയ്യേണ്ടത്. ഇവൻ തോക്കണം, അവിടെ പറവൂർ ഇവൻ തോക്കണം. എന്നിട്ട് തോറ്റിട്ട് ഈ സുധാകരനെ അവിടെ MLA ആയിട്ട് നിർത്തണം. അയാൾ ജയിച്ച അയാളിപ്പോ വേണ്ടല്ലോ, ഇപ്പൊ അനങ്ങാതിരിക്കുന്ന കോൺഗ്രസ് പൊട്ടിപ്പോകണ്ടല്ലോ എന്ന് മാത്രം കൊണ്ടാണ്. അല്ലെ കോൺഗ്രസ് തറ പറ്റും അയാൾ ഇളകിയ. അതുകൊണ്ട് അയാൾ മിണ്ടായിരിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ കൂടെ അയാൾ നിന്ന് കോൺഗ്രസിനെ ഇഷ്ടമായതുകൊണ്ട് അയാള് അന്ന് കണ്ണൂരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലത്തെ രാഷ്ട്രീയം അറിയരുത്, എല്ലാവർക്കും അറിയാവുന്നില്ല. അയാൾ അത്ര നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾ മിണ്ടാതിരിക്കുക. ഈ ഇലക്ഷൻ കഴിഞ്ഞ് അയാൾ പൊട്ടിത്തെറിക്കും. അയാൾ ഈ VD സതീശനെ എടുത്ത് അവന്റെ ചെവിക്കലിനേൽ ഒരെണ്ണം കൊടുക്കും. ഇല്ല സുധാകരനെ എല്ലാം കഴിഞ്ഞിട്ട് ഈ വെടിക്കെട്ട് കഴിഞ്ഞിട്ടേ ഈ ഓലപ്പടക്കം ചീറ്റുന്ന പോലെ ആയി പോകത്തില്ലേ? നമ്മൾ കോൺഗ്രസിന് ഹൈക്കമാൻഡ് ഉണ്ടല്ലോ. എന്താ കമാൻഡ്? ഈ വേട്ടാവളിയന്മാര് ഇവന്മാര് ഹൈക്കമാൻഡന്മാരിരുന്ന് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പറയുന്നതല്ലേ അവര് കേൾക്കുന്നത്, അല്ലാതെ ഇവനൊക്കെ എന്നതാ കാണിക്കുന്നതെന്നോ. രാഹുൽ ഗാന്ധി ഇവിടെ വന്നാലും സതീശൻ അവിടെ ചെല്ലും, മുന്നേ ചെല്ലും. അപ്പൊ സതീശനല്ലേ പ്രതിപക്ഷ നേതാവ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ഉമ്മൻചാണ്ടിയെ വരെ അയാൾ തോപ്പിച്ചവന് ഈ സതീശൻ ഒറ്റ ഒരുത്തനാണ്. അല്ല അയാൾ ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ ഇരിക്കുന്നത്. അയാൾക്ക് അസുഖം വന്ന ഈ ഉമ്മൻചാണ്ടി അയാളെ പോലൊരു നല്ല മനുഷ്യൻ ഈ ലോകത്തിലുണ്ട്. ഈ തേൻകണി സതീശൻ ഇവന്മാരെല്ലാം പേടിക്കാൻ കാരണം എന്താ? പേടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി പോകരുതല്ലോ എന്നും കൊണ്ട് മാത്രം. അല്ലെ പാർട്ടി ചിന്ന ഭിന്നമായി പോകും. ഇവന് കൊടുക്കേണ്ട സാധനമല്ല ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. ഇവനാണ്ട് 2 യാത്രയും നടത്തി ഇവന്റെ കുറെ ബൈബിളും പറഞ്ഞു കഴിയുമ്പോൾ ഇവനങ്ങ് ഓർത്ത് ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ടും കിട്ടുമെന്ന്. ഇവൻ ലൂക്കോസിന്റെ സുവിശേഷം എല്ലാം കൂടെ കത്തിക്കും. ഇവന് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഇവര് നോക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ മുഖ്യമന്ത്രി ആക്കേണ്ടത്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവം, കോൺഗ്രസ് അന്ന് രാജീവ് ഗാന്ധിയുടെയൊക്കെ ആയിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇവനൊക്കെ വന്നപ്പോ തല്ലിക്കീറി. ഈ മുരളി എന്ന് പറയുന്ന അവനാണ് ഏറ്റവും വലിയതാണ്. അവൻ ഈ VD സതീശന്റെ കൂടെ കൂടിക്കൊണ്ട് ഇങ്ങനെ ഓരോ കേസ് കെട്ടുകൾ ഇറക്കും. ഇവൻ കാരണമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ഇറങ്ങേണ്ടി വന്നു. ഈ മുരളിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കരുണാകരൻ ഭരിക്കുന്ന കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അർത്ഥവത്തുള്ള, അയാൾ കോൺഗ്രസിനെ അയാൾക്ക് ഒരു മനുഷ്യനും വേണ്ടായിരുന്നു. അയാൾക്ക് ഈ ജനങ്ങൾ മതിയായിരുന്നു. അയാളവിടെ പെമ്പ്രനോത്തിയുടെ അടുത്ത് പോലും പോകാതെ അയാൾ ജനങ്ങളുടെ കൂടെയായിരുന്നു. നമ്മളൊക്കെയാണ് പെമ്പ്രനോത്തിയുടെ അടുത്ത് 1 മണിക്കൂറേലും നിൽക്കും ഒരു ദിവസം. പക്ഷെ അതുപോലും ചെയ്യല. അത്ര പെർഫെക്റ്റ് മനുഷ്യനെ ഈ ഗണേഷ് കുമാറിനെ കൊണ്ട് കള്ളക്കേസ് കൊടുത്ത് അവനെ ഒതുക്കിയത്. ആ ഇപ്പോഴും പിണറായി പിടിച്ചുകൊണ്ടിരിക്കുക. ഏതാ ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാണല്ലോ ഒരു നല്ലൊരു സംഘടനയായിരുന്നു. ആ രാജീവ് ഗാന്ധി വരെ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ ചായ മാറ്റിയത് ഈ ഇവനെ പോലുള്ള പൂർവ്വമക്കളാണ്. ഈ കേരളത്തിലെ മാറ്റിയത്. ഏതാ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഞാനൊന്നുമല്ലോ ഈ പ്രാവശ്യം എന്നാ വെച്ചാൽ ഞാൻ ഉമ്മൻചാണ്ടി മകന്റെ മണ്ഡലത്തിലാണ് നമ്മൾക്ക് വോട്ട്. ഞങ്ങൾക്കൊരു എൻ്റെ കുടുംബത്തിലൊരു 10-60 വോട്ടുണ്ട്. പൊയ്കയിൽ കുടുംബം എന്ന് പറയുന്നത്. അതെല്ലാം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അയാളുണ്ടല്ലോ. അയാൾ ഇവിടെ എന്നെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്നറിയോ? അയാൾ ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ. അതിന്റെ ബാക്കിയാ പിന്നെ അടുത്ത മന്ത്രിസഭ വരുമ്പോ ചെയ്യുന്നത്.
ഈ വിഴിഞ്ഞം തുറമുഖമൊക്കെ അയാൾ ആദ്യമേ ചെയ്ത പരിപാടി. ഇവന്മാരൊക്കെ അതിന് പേരെടുക്കാൻ വേണ്ടി ഇപ്പം പാലം തീരാത്ത പാലം എല്ലാം തീർത്തെന്ന് പറഞ്ഞ് അങ്ങ് പേരിട്ടേക്കുക. മനുഷ്യനൊക്കെ ഒത്തിരി മനസ്സിലായി. എന്നാ വെച്ചാൽ പിണറായി പ്രാവശ്യം താഴെ പോകും എന്നാണേലും. ഈ സതീശന്റെ ഗുണം കൊണ്ടൊന്നുമല്ല. എന്നാ വെച്ചാൽ മടുത്ത് അവര്, ജനങ്ങൾ മടുത്ത്, അവരെ പാർട്ടിക്കാർ തന്നെ മടുത്തു. അല്ലാതെ സതീശന്റെ ഗുണം കൊണ്ടൊന്നും അല്ല നമ്മൾ കോൺഗ്രസ് ജയിക്കുന്നത്. ഇത് എന്നതേലും ആയി പോട്ടെ, ആരെങ്കിലും എന്നാ വെച്ചാൽ ഇവിടെ തല്ലിക്കീറി നടക്കും. എന്നാ ജയിച്ച് കോൺഗ്രസിനൊരു 90 സീറ്റ് 99 സീറ്റ് വരെ കിട്ടും, അത്രേ ഉള്ളൂ. ആ സീറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തല്ലടി തുടങ്ങും. രമേശ് ചെന്നിത്തല തല്ലും, പിന്നെ ഇവൻ തല്ലും, സതീശൻ തല്ലും. പിന്നെ ഈ KC വേണുഗോപാലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നത്തിനാണ്? അവനൊക്കെ രാജ്യം നന്നാക്കാനാണോ, കേരളം നന്നാക്കാനാണോ? അവൻ പറയുന്നതാണ് പിന്നെ രാഹുൽ ഗാന്ധി കേൾക്കുന്നത്. അവനെന്നാ പറയണ്ടേ, ഈ രാഹുൽ മാങ്കൂട്ട് എന്നെ തെറ്റാ അവൻ ചെയ്തത്? ഇന്ന് ലോകത്തിൽ തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളത്? അവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ എന്നാ ഈ ഉമ്മ വെച്ചെന്നൊക്കെ പറഞ്ഞ് ഇവന്റെ പേരിൽ വലിയ ഭയങ്കര താളങ്ങൾ. അതിന് പിണറായിയായിട്ട് ഇവൻ സപ്പോർട്ട് ചെയ്തു. പിണറായി പിന്നെ മന്ത്രിസഭയിൽ പിണറായി ആഭ്യന്തരം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഈ ആഭ്യന്തരം വേറെ ആർക്കും വിട്ടുകൊടുക്കുകയാണെങ്കിൽ കേസ് തെളിഞ്ഞാന്. അവന്റെ കേസ് ഇതുവരെ തെളിഞ്ഞോ? മറ്റേ സോനട്ടന്റെ കേസും എല്ലാം തെളിഞ്ഞു. അത് അവൻ പറയുന്ന പോലെ നടക്കുള്ളൂ. അത് ഏകാധിപത്യ ഭരണമെന്ന് പറയും പിണറായിയുടെ. പിണറായി ഇനി അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആയാലും അവൻ ഇങ്ങനെ തന്നെ പോകും. അല്ല, ജനങ്ങൾക്കൊരു കിട്ടത്തില്ല. ഈ ജനങ്ങൾ പാവങ്ങൾ കുത്തുക ഇവനിട്ട്. ഇപ്പൊ കുറെ നല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കൊക്കെ മനസ്സിലാവും. ഇനി ഈയിടെ ഈ ജോലിയൊക്കെ മേടിച്ചു കൊടുക്കുമല്ലോ ഇവര്, ബാങ്കിലൊക്കെ ഒത്തിരി കയറ്റും. ഈ സാധാരണ ബാങ്കിലൊക്കെ വാസവന്റെ ഇടപാടിലൊക്കെ ഒത്തിരി കയറ്റും. അവരൊക്കെ വോട്ട് ചെയ്യും. അല്ലാതെ എന്നേലും ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ അല്ലായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുമായിരുന്നു. അതിന് മാർക്സിസ്റ്റ് പാർട്ടിന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല. അയാളെ പിന്നെ മുഖത്തോട്ട് നോക്കി കഴിയുമ്പോൾ അയാൾ ചെയ്യും. അങ്ങനെയല്ലേ ഉമ്മൻചാണ്ടി ഇത്രയും കൊല്ലം ഇവിടെ പിന്നെ നിന്ന്. പിന്നെ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ മകൻ നിൽക്കുന്നു. അയാളുടെ ആ വോട്ട് ഇപ്പോഴും മകന്റെ കസ്റ്റഡി കിട്ടും. എന്നാ അറിയാം, എനിക്ക് നിങ്ങളുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ അറിയാം, ഇതിനകത്ത് വരുന്ന കറക്റ്റ് കാര്യങ്ങളാണ് പുള്ളി തുറന്ന് പറയുന്നത്. ഈ കോൺഗ്രസ് നശിക്കാൻ വേണ്ടി അല്ല പുള്ളി പറയുന്നത്, പക്ഷെ കോൺഗ്രസ് ജീവൻ വെക്കാൻ വേണ്ടി പുള്ളി നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഈ VD സതീശനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു നമ്മളെ, ഞാൻ പറയല, ആ ഷാഫി പറമ്പിലൊക്കെയാണ് നല്ല നേതാവാണ്. പിന്നെ സുധാകരൻ കോൺഗ്രസിൽ അങ്ങനത്തെ രമേശ് എന്നൊക്കെ പറഞ്ഞാൽ എന്നതാണ് കട്ടയ്ക്ക് നിൽക്കുന്ന അവനൊക്കെ എങ്ങനെയാലും ഒന്ന് മുഖ്യമന്ത്രിയുടെ ആ കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുക. അതെടുത്തിട്ട് ആ കസേരയിലൊന്ന് ഇരുന്നാൽ മതി. കടമുണ്ടെങ്കിലും ഇപ്പൊ കേരളത്തിന് എത്ര കോടി രൂപ കടമാണ്, പക്ഷെ ആ കടമുണ്ടെങ്കിലും ഇവൻ ആ കസേരയിലൊന്നും ഇരിക്കണം. അത്രയേ ഉള്ളൂ ആഗ്രഹം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.